ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഫുൾ ഡേ സ്റ്റഡി വ്ളോഗാണ്. ഞാൻ 5 മണിക്ക് എണീറ്റു. അതിനുശേഷം ഫസ്റ്റ് തന്നെ ഫോൺ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. യൂട്യൂബും കാര്യങ്ങളൊക്കെ അഥവാ കൈ പോകണ്ടെന്ന് വെച്ചിട്ടാണ് ലോക്ക് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ടു ഡു ലിസ്റ്റ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് പുറത്ത് വന്നിരുന്നു. പുറത്താവുമ്പോൾ അറിയാലോ, നല്ല ക്ലൈമറ്റാണ്. അതിനുശേഷം ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സിൻ്റെ പേര് മാത്രം ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് നമ്മുടെ ചാനലിൻ്റെ തന്നെ ഒരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, അതിൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അനിമൽ കിങ്ഡം വെച്ചിട്ടാണ്. തുടക്കത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയി, ഇതൊരു പെർഫെക്റ്റ്ലി എഡിറ്റഡ് വീഡിയോ ആവില്ല, അതുപോലെ തന്നെ വോയിസ് ഓവറും പക്ക ആവില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെയും നിങ്ങളിൽ പലർക്കും വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. 5 മണി മുതൽ 7 മണി വരെയാണ് ഞാൻ അനിമൽ കിങ്ഡത്തിന് അലോട്ട് ചെയ്ത ടൈം. പക്ഷേ അതിന് മുന്നേ തന്നെ വായിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ബിക്കോസ് അനിമൽ കിങ്ഡം കമ്പാരിറ്റീവ്ലി എനിക്കൊരു ഈസിയർ ചാപ്റ്ററാണ്. അതിൽ ചില എക്സാമ്പിൾസ് മാത്രമാണ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. ഒരുപാട് തവണ മുൻപ് റിവൈസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ വായിച്ച് തീർക്കാൻ പറ്റി. അനിമൽ കിങ്ഡത്തിൽ ഒരുവിധം എല്ലാം നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. ഇനി വരുന്ന നിമിഷങ്ങൾ, ഇനി നെക്സ്റ്റ് നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങൾ നമ്മൾ അത്രയും എഫക്റ്റീവായി പഠിക്കുകയാണെങ്കിൽ എന്തായാലും ഒരുപക്ഷെ ഇതുവരെ ജസ്റ്റ് ബേസിക് മാത്രം അറിയാവുന്ന ഒരാൾക്കും അത്രയും നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് മൊമെൻറ്റിൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഇരിക്കരുത്. നിങ്ങളെക്കൊണ്ട് പറ്റും, പക്ഷെ നന്നായിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെ 6:26 ആയപ്പോഴേക്കും അനിമൽ കിങ്ഡം ഫിനിഷായി. അപ്പോൾ അതിനുശേഷം സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എടുത്ത് വായിക്കാമെന്ന് വിചാരിച്ചു. പറ്റുന്ന ചാപ്റ്റേഴ്സ് എല്ലാം ഇന്ന് നോക്കിയിട്ട് നാളെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ്റെ ഫസ്റ്റ് പാർട്ട് എനിക്ക് അറിയാമെങ്കിൽ കൂടെ എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. എന്നാൽ കോക്രോച്ചും ഫ്രോഗൊന്നും അത്ര പ്രശ്നമില്ല താനും. ഫ്രോഗ് ഈസിയാണ്, പ്രത്യേകിച്ച് കൂടുതൽ പഠിക്കാനൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് സെയിം നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജി പോലെ തന്നെയാണ്, ചെറിയ ചെറിയ ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. മോർണിംഗ് പുറത്തിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം പറയുന്നവരൊക്കെ ജസ്റ്റ് മോർണിംഗ് പഠിക്കാനിരിക്കുമ്പോൾ പുറത്ത് വന്നൊന്ന് ഇരുന്ന് നോക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനിരിക്കാതെ ചെറിയ ചെറിയ ബ്രേക്സ് ഒക്കെ ഇടയ്ക്കെടുക്കുക. ഞാൻ പറയുന്ന പോലെ പൊമോഡോറോ സെഷൻസ് വയ്ക്കുക. എന്നിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കാതെ, അല്ലെങ്കിൽ ഫോണിൽ നോക്കാതെ ജസ്റ്റ് ഒന്ന് എണീറ്റ് നടക്കുക. ഫോണിൽ നോക്കുമ്പോൾ പിന്നെയും നമുക്കൊന്നുകൂടെ ഉറക്കം വരാനുള്ള ടെൻഡൻസി കൂടുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ചിട്ട് ബ്രേക്ക് എടുക്കുന്ന സമയം നിങ്ങൾ ജസ്റ്റ് പുറത്തു കൂടെയൊക്കെ ഒന്ന് നടക്കുക, ആളുകളോടൊക്കെ ഒന്ന് സംസാരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് അത്ര പെട്ടെന്ന് ക്ഷീണമൊന്നും വരില്ല. അങ്ങനെ 7 മണി വരെ ആയിരുന്നല്ലോ ഞാൻ അനിമൽ കിങ്ഡത്തിന് വെച്ച സമയം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ പറഞ്ഞ ഷെഡ്യൂളിൽ കറക്റ്റായിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുവരെ മാത്രമേ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ വായിച്ചുള്ളൂ. അപ്പോൾ 7 മണിക്ക് ശേഷം ഞാൻ മോർഫോളജി എടുക്കുകയാണ് ഉണ്ടായത്. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും എനിക്ക് മനസ്സിലായത് നമ്മൾ നല്ലപോലെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുള്ളതാണ്. അതുപോലെ ഒരു പാഠത്തുനിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാനങ്ങനെ കണക്കൊന്നും വെക്കാറില്ല. ഇപ്പോൾ മൊഡ്യൂളോ അല്ലെങ്കിൽ നമ്മൾ ഏത് ബുക്കാണോ എടുക്കുന്നത് ആ ബുക്കിൽ എത്ര ക്വസ്റ്റ്യൻസ് അവിടെ തന്നിട്ടുണ്ടോ അത് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു എന്നുള്ളതിനേക്കാളും എല്ലാ ടോപ്പിക്കും കവർ ചെയ്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മളൊരു 100 ചോദ്യം ചെയ്തു, അത് വെറും 2 ടോപ്പിക് എന്നാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് ഒന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് എല്ലാ ടോപ്പിക്സും മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. ഓരോ ടോപ്പിക്കൊന്നും ഒരു 3-4 ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരേ പാറ്റേണിൽ വരുന്ന ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തിട്ട് അത് നമുക്ക് അറിയാമെന്ന് ഉറപ്പ് വരുത്തുകയാണ് ചെയ്യേണ്ടത്. എസ്പെഷ്യലി ഈ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ ഒരുപാട് വെറൈറ്റീസ് ട്രൈ ചെയ്യാതെ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മോഡൽസ് ചെയ്ത് പഠിക്കുക. മോർഫോളജി ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഞാൻ നെക്സ്റ്റ് 1 അവർ നോക്കിയത്. ആഡ് ചെയ്ത ഫാമിലീസ് നോക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വായിച്ചു തീർന്നു. ബയോളജി ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെയുള്ള ഡയഗ്രാംസും അപ്പം തന്നെ കവർ ചെയ്ത് പോവാറുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ സമയം ഞാൻ കളയാറില്ല.
ഡയഗ്രാംസിൽ നിന്ന് കുറേ കാലമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല, എങ്കിൽ കൂടെ ഒരു മുൻകരുതൽ എന്നുള്ള രീതിക്കാണ് ഡയഗ്രാംസ് നോക്കി പോകുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ മാർക്സ് വെച്ചിട്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യരുത്. ബിക്കോസ് 2-3 ചാപ്റ്റർ അല്ലെങ്കിൽ കുറച്ചധികം ചാപ്റ്റേഴ്സ് മാത്രം വെച്ചിട്ടാണ് ഇപ്പോൾ എക്സാംസൊക്കെ ഒരുവിധം ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ് എല്ലാം നടക്കുന്നത്. പക്ഷേ ഇനി വരുന്ന സമയം, അതായത് ഫുൾ മോഡൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴത്തെ നമ്മുടെ സ്കോറിനനുസരിച്ചിട്ടായിരിക്കും നീറ്റിൻ്റെ സ്കോറും. 8 മണി വരെ മോർഫോളജി നോക്കിയതിന് ശേഷം ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തു. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു, ഫ്രഷ് ആയിട്ട് വന്നു. നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 9 മണിക്കാണ്. ഇക്ലിബ്രിയം ചിൻഡു സാറുടെ ക്ലാസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചിൻഡു സാറുടെ ഫാനാണ്. കാരണം സാറ് എക്സാക്റ്റ് NCERTയുടെ ഓർഡറിലാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല ടെക്സ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സാറ് പറയാറുണ്ട്. എനിക്കിങ്ങനെ NCERT ബേസ്ഡ് ആയിട്ട് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ മാർക്ക് കുറവാണെന്ന് വെച്ചിട്ട് നീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പിക്കരുത്. നീറ്റ് കിട്ടില്ല, അതുകൊണ്ട് നെക്സ്റ്റ് ഇയർ കൂടെ ഡ്രോപ്പ് എടുക്കണം, അങ്ങനെ ഓൾറെഡി മുൻവിധി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനത്തെവരോടാണ് നീറ്റ് എക്സാമിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ 3 മണിക്കൂറാണ്. നിങ്ങൾക്ക് അത്രയും ദിവസം നല്ല മാർക്കുകൾ കിട്ടാതെ അന്നത്തെ ദിവസം അവിടെ വരുന്ന എക്സാമിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപാട് വട്ടം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ അപ്പോൾ അതിന് മുന്നേ തന്നെ കിട്ടില്ല, ഡ്രോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഉള്ള സമയം കൂടെ വേസ്റ്റ് ചെയ്യരുത്. സോ പറ്റുന്ന പോലെയൊക്കെ പഠിക്കുക. 9 മണി മുതൽ 12:30 വരെ ഞാൻ ഇക്ലിബ്രിയം ക്ലാസ് കണ്ടു. അയണിക് ഇക്ലിബ്രിയം കൂടെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഇതിപ്പോൾ കെമിക്കൽ ഇക്ലിബ്രിയം മാത്രമേ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. കെമിക്കൽ ഇക്ലിബ്രിയം കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അയണിക്കാണ് പിന്നെയും നമുക്ക് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉള്ളത്. ഓർഗാൻസ് ആൻഡ് പോപ്പുലേഷൻ ആയിരുന്നു ഞാൻ നെക്സ്റ്റ് വായിക്കാനെടുത്തത്. അങ്ങനെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പോയിരുന്നു. പക്ഷേ അവിടെ ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ട് കുറച്ച് നേരം വായിച്ചിട്ട് താഴേക്ക് വന്നു. ഓർഗാൻസ് ആൻഡ് പോപ്പുലേഷൻ കുറച്ച് വലിയ ചാപ്റ്ററാണ്, പക്ഷെ ഒരുപാട് നമ്മൾ പഠിച്ച് വെക്കാവുന്ന കണ്ടൻസ് ഒന്നുമില്ല. ഒരു സോഷ്യൽ ടൈപ്പ് ഓഫ് ചാപ്റ്ററാണ്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ വിട്ടുപോകും. വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നീറ്റ് എക്സാമിൻ്റെ അടുത്ത ദിവസങ്ങളിൽ അത് വായിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ എനിക്ക് ഈ ചാപ്റ്ററിന് ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ നിർബന്ധമുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് എക്സാമിന് അത്യാവശ്യമാണ് താനും, അല്ലെങ്കിൽ മറന്നു പോകുന്ന തരം ചാപ്റ്റേഴ്സാണ്, എന്നാൽ ഒരുപാടുണ്ട്, ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് ഇങ്ങനെ ഷോർട്ട് നോട്ട്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ പോയിൻ്റൊക്കെ മനസ്സിൽ വരും. ഓർഗാൻസ് ആൻഡ് പോപ്പുലേഷൻ ഞാൻ 2 സെഷനായിട്ടാണ് തീർത്തത്. 12:30 മുതൽ 1:30 വരെ ഒരു സെഷൻ. അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ബ്രേക്ക് എടുത്തു. പിന്നെ 2:30ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. 2:30 മുതൽ 4 മണി വരെ. നോട്ട് എഴുതാനുള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുത്തു. നെക്സ്റ്റ് 4 മണി മുതൽ 6 മണി വരെ ഞാൻ വർക്ക് എനർജി പവറിൻ്റെ ക്ലാസ് കണ്ടു. ക്ലാസ് ഞാൻ പുറത്തിരുന്നിട്ടാണ് കണ്ടത്. കൂടെ ചായ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ബോറടിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിരിക്കുന്ന സ്ഥലങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് മാറ്റുന്നത് നല്ലതാണ്. കുറേ നേരം ഇരുന്ന് എക്സോസ്റ്റഡ് ആയി തോന്നിയപ്പം ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ്. ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പുറത്ത് വന്നിരുന്നതാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും അമ്മയും അനിയനെല്ലാം ഇങ്ങനെ പുറത്ത് വന്നിരുന്ന് പാട്ടൊക്കെ പാടാറുണ്ട്. കുറേ നേരം ഇരുന്ന് എക്സോസ്റ്റഡ് ആയപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ്. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിരുന്നതാണ്. എനിക്കും അമ്മയ്ക്കും അനിയനും ഇങ്ങനെ ചില ഹോബീസൊക്കെ ഉണ്ട്. ജസ്റ്റ് റിലാക്സ് ചെയ്യുമ്പോൾ ഒരുമിച്ച് പാട്ട് പാടാൻ അറിഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, പക്ഷേ ഒരു സന്തോഷം. അതേപോലെ ഒരു വാക്കുകൾ വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും പാട്ട് പാടാൻ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ സോറി. ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ്റെയും ഷെഡ്യൂളിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് ചെറിയ ചെറിയ ഇതേപോലുള്ള റിലാക്സേഷനൊക്കെ നല്ലതാട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് എടുത്ത് ബയോമോളിക്യൂൾസാണ്. 7:30 കഴിഞ്ഞു കേട്ടോ. ബയോമോളിക്യൂൾസ് വായിച്ച് തീർന്നപ്പോൾ ഞാൻ ഓടിച്ച് വായിക്കുകയാണ് ചെയ്തത്. ചാപ്റ്റർ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിലും ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്ന എക്സാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ പേപ്പർ ഒന്നുകൂടെ എടുത്തിട്ട് ഒന്ന് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഫോട്ടോസിന്തസിസ് എടുത്തു. ഫോട്ടോസിന്തസിസ് എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു ചാപ്റ്ററാണ്.
ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും മനസ്സിൽ നിന്നോളൂ. ആ ചാപ്റ്ററിൽ ഫസ്റ്റ് വരുന്ന സയൻറ്റിസ്റ്റുകളുടെ എല്ലാം പേര് ഞാൻ ജസ്റ്റ് സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് ടെക്സ്റ്റിൽ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, ഒരു ഷോർട്ട് നോട്ടായിട്ട്. അതറിയാതെ ഞാൻ അതിന് മുന്നേ ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പേജ് മറിച്ചപ്പോഴാണ് കാണുന്നത് ഓൾറെഡി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ഏകദേശം 2 മണിക്കൂർ എടുത്തു കേട്ടോ ചാപ്റ്റർ വായിച്ച് തീരാൻ. അതിനുശേഷം 9:30ക്കാണ് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഓസിലേഷൻ്റെ ലെക്ചറും കണ്ടിട്ടുണ്ടായിരുന്നു. ഓസിലേഷൻ ഒരുപാട് വെയിറ്റേജുള്ള ചാപ്റ്ററൊന്നുമല്ല, പക്ഷേ നീറ്റായ കാരണം നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല നമുക്ക് പഠിച്ചു വയ്ക്കാൻ സിമ്പിളാണ്. ഓസിലേഷൻ്റെ ക്ലാസ്സാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 12 മണി വരെ ഞാൻ ഓസിലേഷൻ്റെ ലെക്ചർ കണ്ടു. അപ്പം ഓസിലേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ 12 മണി ആയതുകൊണ്ട് തന്നെ എന്തോ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നീട് 2 ചാപ്റ്റേഴ്സ് എനിക്ക് പെൻഡിങ്ങിലുണ്ടായിരുന്നു, റെസ്പിറേഷനും അതുപോലെ തന്നെ ഗ്രാവിറ്റേഷനും. എന്തായാലും ഗ്രാവിറ്റേഷൻ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഗ്രാവിറ്റേഷൻ എടുത്തു. 12 മണിക്കാണ് എടുത്തത്. ഗ്രാവിറ്റേഷൻ ഞാൻ വളരെ കുറച്ച് നേരം കണ്ടുള്ളൂ, കാരണം അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ലാന്ന് തോന്നി. നമുക്കത്രയും ഉറക്കം വരികയാണ് അല്ലെങ്കിൽ ക്ഷീണമാണ്, പഠിച്ചിട്ട് പഠിയുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ജസ്റ്റ് മാറ്റി പിടിക്കുക, വേറെ ചാപ്റ്റർ എടുക്കുക, അല്ലെങ്കിൽ ചെറിയൊരു ബ്രേക്കിന് ശേഷം എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഇതിപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിർത്തി വെച്ചു. അങ്ങനെ 12:15 12:20 ആയപ്പോൾ ഞാൻ സ്റ്റഡി സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഇന്ന് പെൻഡിങ് വന്ന 2 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അത് നാളെ കവർ ചെയ്യാമെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾ ഇനിയും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ദെൻ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.